Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. പ്ലസ് നമ്മൾ കുറച്ച് വോൾ സ്റ്റിക്കേഴ്സ് ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ പാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്നാണ് കേട്ടോ. നല്ല ചൂടും മസാല ദോശയും ഉഴുന്നുവടയും പിന്നെ സാമ്പാറും ചട്നിയും ആയിരുന്നു. മസാല ദോശയൊക്കെ എപ്പോഴും ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കാനാട്ടോ കൂടുതലും ടേസ്റ്റ്. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ചൂടുണ്ടെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അകത്ത് മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചമ്മന്തി ആണെങ്കിലും അതുപോലെ സാമ്പാറാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇക്കായും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഈ സമയം വാവ നല്ല ഉറക്കമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ എണീറ്റ് വരാൻ ഒരു 11 മണിയൊക്കെ ആകും. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇക്ക ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നലെ ഇക്ക ജോലി കഴിഞ്ഞൊക്കെ വന്ന ടൈമിൽ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ തന്നെ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയും മുളകും കറി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം മുളക് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇക്കാക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പച്ചമുളകും കൂടിയൊക്കെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കഷ്ണം കുടംപുളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ കുറച്ച് കറി മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 നേരത്തേക്കുള്ള കറി മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് വറ്റ മീനാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് മീനായിരുന്നു. തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇപ്പോഴായിട്ട് കിട്ടുന്ന മീനൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ എപ്പോഴത്തേം പോലെ നമ്മൾ തല വെച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ബാക്കി പീസസൊക്കെ എടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മാത്രം കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മീൻ ഇപ്പോൾ നമ്മൾ പൊരിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് താളിച്ച് മാറ്റാം. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ നമ്മൾ താളിച്ച് മാറ്റിയിട്ടുണ്ട്. താളിച്ചൊഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം മിക്ക വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ബാക്കിയുള്ള മീനും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1:15 ആയപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ടൈമൊക്കെ ആയപ്പോൾ മീൻകറി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ ജോലി കഴിഞ്ഞ് വന്ന ടൈമിൽ ഇതുപോലെ വോൾ സ്റ്റിക്കറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഷീൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ആപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അതൊക്കെ ബെഡ്റൂമിലൊന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വോൾ സ്റ്റിക്കർ കാണാനൊക്കെ അത്യാവശ്യം ക്യൂട്ടൊക്കെയാണ്. പക്ഷെ സൈസ് ചെറുതാണ് കേട്ടോ. അതിൽ കറക്റ്റായിട്ട് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം ചെറുതാണ്, പക്ഷെ നല്ല ക്യൂട്ട് ലുക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വോളിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടായേനെ. ഇനി ഇത് 2ാമത്തെ വോൾ സ്റ്റിക്കറാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചാലും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ വരുന്നത്. അത് നല്ലതായിരുന്നു. പിന്നെ 3ാമതായിട്ട് വരുന്നത് ഈ ടിവിയുടെ മുകളിൽ ഒട്ടിക്കുന്ന വോൾ സ്റ്റിക്കറാണ് കേട്ടോ. ഇതിന് നമ്മൾ പ്രതീക്ഷിച്ച വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലെങ്ത് നല്ല കുറവായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചതാണ്. പക്ഷേ ഇതിനൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ.
അങ്ങനെ അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ലുക്കായിരുന്നു. എന്നാൽ ഭയങ്കര ഭംഗിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ വോൾ സ്റ്റിക്കിൻ്റെ ബാക്കിലെ കവർ വെച്ച് ഐസ് കുത്തി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് പേപ്പറും പേനയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുത്തി വരയ്ക്കാൻ. പേപ്പറിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബോഡിയിലും ആളുടെ ബോഡിയിലും എല്ലാം കുത്തി വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുളിപ്പിച്ചെടുക്കാനായിരുന്നു കേട്ടോ പാട്. പിന്നെ ലാസ്റ്റ് വോൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞത് ഈ ഒരു ബേർഡ്സിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ കണ്ട ടൈമിൽ നല്ല അടിപൊളി ലുക്കായിരുന്നു. ഇതിപ്പോൾ 4 ഷീറ്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ്. സംഭവം ഇത് കണ്ടാൽ വലുതാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വളരെ ചെറുതായിട്ടുള്ള വോൾ സ്റ്റിക്കറായിരുന്നു. അത് ഒട്ടും തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഐസുവിന് വേണ്ടി കുറച്ച് ഏത്തയ്ക്കൊക്കെ ഒന്ന് വാട്ടാമെന്ന് വിചാരിച്ചു. കൂടെ ഞങ്ങൾക്ക് ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ വേറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസിൻ്റെ ഏത്തക്കൊക്കെ വാട്ടി തണുക്കാനൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ബോണ്ടായിരുന്നു ഇക്ക മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. മുമ്പും ബോണ്ട് മേടിച്ചപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സോഫ്റ്റും ആയിരുന്നു. അതിനുശേഷം രാത്രിത്തേക്കുള്ള ഫുഡിന് ഇറങ്ങി കേട്ടോ. രാത്രിത്തേക്ക് നമുക്ക് ഞണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞണ്ടും അതുപോലെ ചെമ്മീനൊക്കെ അത്യാവശ്യം കുറേ കിട്ടും കേട്ടോ. മുമ്പത്തേലും വിലയും കുറവാണ്. അതുപോലെ ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഞണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമായിരുന്നു. വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ഞണ്ട് നോക്കുന്ന ടൈമിൽ വളരെ ചെറുതായിരിക്കും. ഇവിടുത്തെ തീരെ ചെറിയ ഞണ്ടാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഫ്ലഷ് നല്ല കുറവായിരിക്കും. പിന്നെ ഇത് ബാക്കിയും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഞണ്ടിൻ്റെ തൊലി നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഗോൾഡ് കളർ സാധനം എടുക്കണോ വേണ്ടോ എന്ന് കറക്റ്റ് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതിനെന്തോ പൊന്നൊന്നും കണ്ടാന്ന് തോന്നുന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഞണ്ടും കൂടിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിത്തേക്ക് വേണ്ടി മാത്രം കുറച്ച് മാത്രം ഞണ്ടേ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ക്രാബൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഒരു 1.5 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഇടിയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു നുള്ളു നമ്മൾ കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെമ്മീനും ഞണ്ടും അതുപോലെ കൂന്തലൊക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇവിടെ ഇക്കാക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഗ്രേവി ആക്കിയത്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അരപ്പിലേക്ക് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം.
അതുപോലെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഞണ്ട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്തവണ നമുക്ക് കിട്ടിയ ഞണ്ട് അത്യാവശ്യം നല്ല ദശയുള്ള ഞണ്ടായിരുന്നു കേട്ടോ. സംഭവം വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല ദശയുണ്ടായിരുന്നു. ഇനി ഇതാ അരപ്പുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ റോസ്റ്റാക്കി എടുക്കാനാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഞണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം നോക്കിയപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി ഇടിയപ്പം കൂടിയൊക്കെ ഉണ്ടാക്കണം. അതുപോലെ എനിക്ക് ഞണ്ട് കറീൻ്റെ ഇടിയപ്പത്തിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാടായിട്ടുണ്ടായിരുന്നു പൂരി ഉണ്ടാക്കിയിട്ട്. ഇക്കാക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. അങ്ങനെ താ നമ്മൾ ഞണ്ട് കറിയൊക്കെ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയുള്ള മാവും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. അതുപോലെ മാവിന് ചെറിയൊരു പശവശപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ അജ്മിയുടെ പൊടിയാണ് കേട്ടോ മേടിച്ചത്. എൻ്റെ വീട്ടിലൊക്കെ നാട്ടിൽ അജ്മിയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്. ഇവിടെ ഇടിയപ്പത്തിന് വേണ്ടി തന്നെ അജ്മിയുടെ ഒരു സെപ്പറേറ്റ് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മേടിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ പൊടിയൊക്കെ ഒന്ന് കിണ്ടി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി പൊടിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റായിട്ട് ഇടിയപ്പവും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്കാക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടുമിക്ക ദിവസവും ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. ആൾക്ക് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇടിയപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാം ഒന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു നേരത്തേക്കേ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇക്കാക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ താ നമ്മൾ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു തട്ടി മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പിരിച്ചും കൂടെ കൊടുക്കാം. അതുപോലെ നമ്മൾ മുമ്പ് ഇവിടെ നിന്ന് മേടിച്ച ഇടിയപ്പപ്പൊടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പൊടിയൊക്കെ ഇതുപോലെ പീച്ച് കൊടുക്കാൻ നേരം നല്ല കട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ അടുത്തതായിട്ട് നമ്മൾ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ കിച്ചണിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പൂരിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഇടിയപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പൂരി ഇക്ക വരുന്നതിനൊക്കെ കുറച്ച് മുമ്പായിട്ടൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ചൂടോട് കഴിച്ചാൽ മാത്രമല്ലേ ടേസ്റ്റ് ഉണ്ടാവൂ. അങ്ങനെ ഇതാ നമ്മൾ ഇടിയപ്പത്തിനുള്ള ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സമാധാനമായിട്ടോ. പിന്നെ ഇതാ നമ്മളെ ഞണ്ട് റോസ്റ്റും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇതാ നമ്മൾ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒക്കെ വന്നപ്പോൾ ഒരു 9:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭാവിക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ തവണയും ആദ്യത്തെ പൂരി അത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല, ചില സമയം മാത്രമേ വരാറുള്ളൂ. പക്ഷെ രണ്ടാമത്തെ തൊട്ട് അടിപൊളിയായിട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ഓയിൽ പിന്നെ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ പൂരിയൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ നല്ല പോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി ഫുഡ് കഴിക്കുക കേട്ടോ ചെയ്തത്.
അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.